അമേരിക്ക ഇറാൻ യുദ്ധം ആകാശത്തും കരയിലുമൊക്കെ വലിയ സംസാര വിഷയമാകുന്നു. ആകാശയുദ്ധം, കരയുദ്ധത്തിൻ്റെ സാധ്യതകൾ, ഈവൻ കടലിലൂടെ പോകുന്ന അന്തർവാഹിനികൾ, കപ്പലുകൾ, ഇതൊക്കെ തന്നെ സംസാര വിഷയമായി. കാര്യമായി സംസാര വിഷയമാകാത്ത ഒരു കാര്യമാണ് ഈ എപ്പിസോഡിൽ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, കേബിളുകളാണ്. കടലിന് അടിയിലൂടെ പോകുന്ന ഇൻ്റർനെറ്റ് കേബിൾ. ഏത് കടലിനടിയിലൂടെ? പേർഷ്യൻ ഗൾഫിനടിയിലൂടെയും ചെങ്കടലിനടിയിലൂടെയും പോകുന്ന ആയിരക്കണക്കിന് കിലോമീറ്റർ ദൈർഘ്യമുള്ള കേബിളുകൾ. ഈ കേബിളുകളാണ് വിവരസാങ്കേതിക വിദ്യയെ ലോകവുമായി കണക്ട് ചെയ്യുന്നത്. 3 ഭൂഖണ്ഡങ്ങൾ അവിടെ സമ്മേളിക്കുകയാണ്: ഏഷ്യ, ആഫ്രിക്ക, യൂറപ്പ്. നോക്കൂ, ഡേറ്റ ട്രാൻസ്മിഷൻ വളരെ പ്രധാനമാണ്. ഗൾഫ് രാജ്യങ്ങൾ, ഗൾഫ് മേഖല, പേർഷ്യൻ ഗൾഫ് മേഖല ഇന്ന് വൻപൻ പ്രത്യാക്രമണങ്ങൾ നേരിടുന്നു. ഇറാൻ ഗൾഫ് രാജ്യങ്ങളെയും, ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് ബേസുകളിൽ നിന്നും, ഇസ്രായേലിൽ നിന്നുകൊണ്ടും, അമേരിക്കയുടെ കപ്പലുകളിൽ നിന്നുകൊണ്ടും അമേരിക്ക ഇറാനെയും ആക്രമിക്കുന്നു. കൂട്ടത്തിൽ ഏറ്റവും അധികം ലോകം ഭയക്കുന്നത് കേബിൾ ശൃംഖല മുറിഞ്ഞു പോകുമോ എന്നാണ്. നോക്കൂ, പേർഷ്യൻ ഗൾഫിലേക്ക് തന്നെ വരാം. പേർഷ്യൻ ഗൾഫ് വളരെ നീളമുള്ള ഒരു കടലിടുക്കാണ് പേർഷ്യൻ ഗൾഫ്. അതിനടിയിലൂടെയാണ് ഏഷ്യയിൽ നിന്നും, അതായത് ചൈനയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഒക്കെ പോകുന്ന പല കേബിളുകളും കടലിനടിയിലൂടെ, അറബിക്കടലിനടിയിലൂടെ വന്ന് ചെങ്കടലിനടിയിലൂടെയും പേർഷ്യൻ ഗൾഫിനടിയിലൂടെയും വന്ന് മെഡിറ്ററേനിയനിൽ കരയിലെത്തി, പിന്നെ മെഡിറ്ററേനിയൻ്റെ അടിയിലൂടെ പോയി യൂറപ്പിൻ്റെ പല ഭാഗങ്ങളിൽ എത്തുന്ന കേബിളുകളാണ് ലോങ് റേഞ്ച് കേബിളുകൾ. ഇതിലൂടെയാണ് ഡേറ്റ ട്രാൻസ്മിഷൻ പലതും നടക്കുന്നത്. അപ്പോൾ ഒരു ഡിജിറ്റൽ വേൾഡാണിത്. ഇൻ്റർനെറ്റ് അധിഷ്ഠിതമാണ്. എല്ലാ ചിന്തകളും, വ്യാപാരങ്ങളും, വ്യവസായങ്ങളും, വാണിജ്യവും എല്ലാം തന്നെ ഈ വിവര സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ്. അപ്പോൾ ഇവിടെ ഡേറ്റ സെൻറ്ററുകൾ, നൂറുകണക്കിന്, ആയിരക്കണക്കിന് ഡേറ്റ സെൻറ്ററുകളാണ് ഗൾഫിലെ വിവിധ രാജ്യങ്ങളിലുള്ളത്. അപ്പോൾ ഇൻ്റർനെറ്റ് റവല്യൂഷൻ്റെ ഈ കാലഘട്ടത്തിൽ യുദ്ധം സംഭാവന ചെയ്യുന്ന ഏറ്റവും വലിയ ത്രെട്ട് എന്താണ്? അണ്ടർഗ്രൗണ്ട് കേബിളുകൾ മുറിച്ചു മാറ്റപ്പെടുന്ന അവസരം, അന്തരീക്ഷം. നമ്മൾ കഴിഞ്ഞ യുദ്ധകാലത്ത് ഹൂതികൾ ചെയ്തത് നമ്മുടെ മനസ്സിലുണ്ട്. ചെങ്കടലിലൂടെ പാസ് ചെയ്യുന്ന കേബിളുകൾക്ക് ഹൂതികൾ, യമനിലെ ഹൂതികൾ നിർബന്ധപൂർവം കോൺഷ്യസായി നാശനഷ്ടങ്ങൾ വരുത്തി. അത് യൂറപ്പിലേക്കുള്ള ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയെ, ഡേറ്റ സ്പീഡിനെ വല്ലാതെ ബാധിച്ചു. ഗൾഫ് രാജ്യങ്ങളെയും കുറേയൊക്കെ ബാധിച്ചു. ആഫ്രിക്കൻ രാജ്യങ്ങളെ ബാധിക്കും. ആഫ്രിക്കയിലേക്കുള്ള കണക്ഷനും അങ്ങനെ തന്നെയാണ് പോകുന്നത്. കാരണം ഒരു രാജ്യത്തിൻ്റെ ഭൂമിക്കടിയിലൂടെ പോകുന്നതിനേക്കാൾ സുരക്ഷിതമായ ജലാശയങ്ങളിലൂടെ, കടലിലൂടെ പോകുന്നതാണ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം കണക്ടിവിറ്റിക്ക് നല്ലത്. കാരണം കര കുഴിച്ച് ഇടുമ്പോൾ അവിടെ ഉണ്ടാകുന്ന യുദ്ധങ്ങൾ, അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, പരമാധികാരവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, ഇതെല്ലാം തന്നെ വിഷയമാകുമല്ലോ. കടലിനടിയിലൂടെയാണെങ്കിൽ അത് മാനവരാശിയുടെ പൊതുസ്വത്താണ്. ഓപ്പൺ കടലുകൾ, ടെറിട്ടോറിയൽ വാട്ടർ ഒഴിവാക്കി അണ്ടർഗ്രൗണ്ട് കേബിൾ എന്ന് പറയുമ്പോൾ അത് സുരക്ഷിതമായ ഇടമായിരുന്നു ഇതുവരെ. നോട്ട് എനിമോർ. അതുകൊണ്ട് പേർഷ്യൻ ഗൾഫ് നൂറുകണക്കിന് കേബിളുകളാണ് വരുന്നത്. ഈ ചെങ്കടലിൽ തന്നെ 17 ഡിഫറൻറ്റ് ഹ്യൂജ് കേബിൾ നെറ്റ്വർക്കുകളുണ്ട്. അതിൽ ചിലതൊക്കെ നഷ്ടപ്പെട്ടു പോയപ്പോൾ, വിച്ഛേദിക്കപ്പെട്ടപ്പോൾ അത് പുനഃസ്ഥാപിക്കാൻ ഏറെ സമയമെടുത്തു. മാസങ്ങൾ, ചിലപ്പോൾ വർഷങ്ങളെടുക്കും അത് പുനഃസ്ഥാപിക്കാൻ. പൂർണ്ണ തോതിൽ ആ ഡേറ്റ ട്രാൻസ്മിഷൻ സാധ്യമാകാൻ വർഷങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ട്. ആ ഘട്ടത്തിലാണ് ഇറാൻ്റെ ഭീഷണി. അമേരിക്ക ഒരുപക്ഷെ കേബിളുകൾ അറുത്തു മാറ്റില്ല. ഇറാൻ്റെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം കട്ട് ചെയ്യാൻ വേണ്ടി സാറ്റലൈറ്റ് ജാമിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ മതിയാകും. അതായത് അണ്ടർഗ്രൗണ്ട് കേബിളുകൾ അമേരിക്കയോ ഇസ്രായേലോ ഗൾഫ് രാജ്യങ്ങളോ ചേർന്ന് കട്ട് ചെയ്തില്ല. പക്ഷേ ഇറാന് പിടിച്ചു നിൽക്കാനുള്ള ഒരു മാർഗം, അറ്റ കൈ പ്രയോഗം എന്ന നിലയിൽ കടലിനടിയിൽ തീർച്ചയായും കേബിളുകൾക്ക് നാശനഷ്ടങ്ങൾ വരുത്താൻ കഴിയും. കടലിനടിയിൽ പ്ലാന്റ് ചെയ്ത മൈനുകളുണ്ട് എന്നാണ് സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ. അപ്പോൾ കടലിൻ്റെ അടിയിൽ പ്ലാന്റ് ചെയ്യപ്പെട്ട മൈനുകൾ ഫിക്സ് ചെയ്യാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന സാധ്യതകളാണ് കേബിളുകൾക്ക് നാശനഷ്ടങ്ങൾ വരുത്തുക. ഇതൊരു ഹ്യൂമൻ പ്ലോയ് ആണ്. കടലിനടിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഫോടനങ്ങൾ, പൊട്ടിത്തെറികൾ, ഇതെല്ലാം കേബിൾ നെറ്റ്വർക്കിനെ, വളരെ ചെറിയൊരു പ്രദേശമാണ്, നീളമുണ്ട് പക്ഷേ വീതി കുറവാണ്, ആ പ്രദേശത്തെ അസ്ഥിരമാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇറാൻ ഒരു യുദ്ധതന്ത്രം എന്ന നിലയിൽ
അടുത്ത റൗണ്ടിൽ ഇപ്പോൾ എണ്ണപ്പാടങ്ങളിലേക്കുള്ള ആക്രമണം, ഗ്യാസ് ഫീൽഡിലേക്കുള്ള ആക്രമണം, ഈ വ്യോമതാവളങ്ങളിലേക്കുള്ള ആക്രമണം, ഇൻഫ്രാസ്ട്രക്ചർ വിമാനത്താവളങ്ങളിലേക്കുള്ള ആക്രമണം എന്നത് ഉപരിതലത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അണ്ടർഗ്രൗണ്ടിൽ ഇറാൻ്റെ സബ്മറൈൻസ്, ഇറാൻ്റെ മുങ്ങൽ വിദഗ്ധന്മാർ, ഇറാൻ്റെ മറ്റ് ചാവേറുകളൊക്കെ തന്നെ ഒരുപക്ഷെ കേബിളുകൾ ലക്ഷ്യമാക്കുകയാണെങ്കിൽ ലോകത്തെ കമ്മ്യൂണിക്കേഷൻ സംവിധാനം, ടെലിവിഷൻ ട്രാൻസ്മിഷൻ, ഇൻ്റർനെറ്റ് അവൈലബിലിറ്റി, എന്തെല്ലാം രീതിയിൽ അത് ട്രേഡിനെയും കോമേഴ്സിനെയും എല്ലാം ബാധിക്കും. നെറ്റ്വർക്ക് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അതുകൊണ്ടാണ് സുരക്ഷിതമായ ഇത് അറ്റകുറ്റപ്പണികൾ നടക്കണമെങ്കിൽ കപ്പലുകൾക്ക് ഹോർമൂസ് കടന്ന് അകത്തേക്ക് പ്രവേശിക്കേണ്ടി വരും. ഇറാൻ തടഞ്ഞു വെക്കുകയാണെങ്കിൽ കപ്പലുകൾക്ക് പ്രവേശിക്കാനാവില്ല. കപ്പലുകൾക്ക് അറ്റകുറ്റപ്പണികൾ ചെയ്യേണ്ട കപ്പലുകൾ പുറത്തുനിന്ന് വരണം. ഹോർമൂസ് കടലിലേക്ക് കടന്ന്, അറബിക്കടലിൽ നിന്നും അത് കടന്ന് അകത്തേക്ക് വരാൻ ആവുന്നില്ല എങ്കിൽ മുറിഞ്ഞ കേബിളുകൾ മുറിഞ്ഞ് തന്നെ നിൽക്കും. ഡേറ്റ കടന്നു പോവില്ല. അത് വലിയ വിപത്താണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഒരു ടെക്നോ വാർഫെയറിലേക്ക് പോകാൻ, ഒരു ഇക്കണോമിക്, ഇപ്പം പൊളിറ്റിക്കൽ വാർഫെയർ, വലിയ വാഗ്ധോരണികളിലൂടെ ഒരു പൊളിറ്റിക്കൽ വാർഫെയർ, ആർഗ്യുമെൻറ്റ്സ്, കൗണ്ടർ ആർഗ്യുമെൻറ്റ്സ്, ഗുവാ വിളികൾ നമ്മൾ കേട്ടു. സൈനികമായ നീക്കങ്ങൾ, എയർ വാർ ഇൻ ദ എയർ, അത് നമ്മൾ കണ്ടു. ബൂട്ട് ഓൺ ദ ഗ്രൗണ്ട് ഇപ്പോഴും സംഭവിച്ചിട്ടില്ല. അതായത് കരസേന ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ടില്ല. അത് ഒരു പക്ഷേ സംഭവിക്കാതിരിക്കട്ടെ എന്നാശിക്കാം. പക്ഷേ ഇക്കണോമിക് സെൻറ്റേഴ്സിലേക്ക് യുദ്ധം വ്യാപിച്ചു. ഡോളറിനെതിരെ ഇറാൻ വലിയ രീതിയിലുള്ള ഒരു സമ്മർദ്ദമാണ് ചെലുത്തുന്നത്. ആത്യന്തികമായി അമേരിക്കയെ ഞെരുക്കാൻ പറ്റുന്ന ഏക പ്ലോയ്, അത് ഇന്ത്യ ആണെങ്കിലും ചൈന ആണെങ്കിലും റഷ്യ ആണെങ്കിലും ഇറാൻ ആണെങ്കിലും, അമേരിക്കൻ ഡോളറിൻ്റെ മേധാവിത്വത്തിനെതിരെ എന്തെല്ലാം മാർഗം ഉപയോഗിക്കാമോ അതെല്ലാം ഉപയോഗിക്കും. ഇറാൻ പറഞ്ഞല്ലോ, യുവാനിൽ, ചൈനീസ് യുവാനിലോ ഇന്ത്യൻ റുപ്പിയിലോ അല്ല എങ്കിൽ റഷ്യൻ റൂബിളിലോ കച്ചവടം നടത്തുന്ന കപ്പലുകൾക്ക്, അതത് രാജ്യങ്ങളുടെ കറൻസികളിൽ കപ്പലുകൾ, എണ്ണ കച്ചവടം നടത്തുന്ന കപ്പലുകൾക്ക് കടന്നു പോകാം, തങ്ങൾ ആക്രമിക്കില്ല എന്നാണ് പറയുന്നത്. അവസാനം പറഞ്ഞു വെച്ചു, ഞങ്ങൾ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഒഴിച്ചുള്ള ഒരു കപ്പലും ഞങ്ങൾ ആക്രമിക്കില്ല എന്ന് വരെ പറഞ്ഞു വെച്ചു. എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കപ്പലുകൾ കടത്തിവിടാനാവും എന്ന് കരുതാനാവില്ല. സുരക്ഷാ ഭീഷണി എവിടെയുണ്ട്. മൈനുകളുണ്ട്. മൈനുകൾ തട്ടി കപ്പലുകൾ തകരാം, അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള ആക്രമണങ്ങളുണ്ടാകും, ക്രോസ് ഫയറിൽ പെട്ടുപോകാം. പക്ഷേ ഡേറ്റ കേബിളിൻ്റെ കാര്യത്തിൽ, ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയുടെ കാര്യത്തിൽ കാര്യമായ സംസാരങ്ങൾ ഇതുവരെ ഉണ്ടായില്ല. അതിലേക്കാണ് ഇനി പോകുന്നത് എങ്കിൽ സമസ്ത ലോകത്തിനും വലിയ ഞെട്ടലുണ്ടാക്കുന്ന രീതിയിലാവും അത് നീങ്ങുക. അതുകൊണ്ട് അത് സുരക്ഷ ഉറപ്പുവരുത്താൻ തക്ക സംവിധാനങ്ങളൊന്നും തന്നെ അമേരിക്കയ്ക്കോ ഗൾഫ് രാജ്യങ്ങളോ ഒരുക്കാൻ കഴിഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് നിലവിൽ കാര്യമായ ഒരു പ്രശ്നങ്ങളില്ല. പക്ഷേ യുദ്ധം കൂടുതൽ ആഴത്തിലേക്ക് പോവുകയാണെങ്കിൽ കടലിന് അടിത്തട്ടാവും യുദ്ധഭൂമി. അന്തർവാഹിനികളുടെ കാര്യത്തിലൊക്കെ അമേരിക്കയ്ക്കും ഒക്കെ മേൽക്കോയ്മയുണ്ടാവും ഉറപ്പായി. പക്ഷേ കടലിനടിയിൽ കേബിളുകൾ അറക്കുന്ന, കേബിളുകൾ ഈ സ്ഫോടനം നടത്തിയ കേബിൾ ശൃംഖല ബ്രേക്ക് ചെയ്താൽ അതുണ്ടാക്കാൻ സാധ്യതയുള്ള വിപത്ത് പറഞ്ഞറിയിക്കാൻ ആവാത്തതാണ്. അതുകൊണ്ട് സമ്പദ് വ്യവസ്ഥകൾ ഇന്ന് ഇൻ്റർനെറ്റുമായി ലിങ്ക്ഡാണ് അല്ലേ? ട്രാൻസാക്ഷൻ, ഓഹരി വിപണി, ട്രാൻസാക്ഷനുകൾ, ബില്ലിംഗ്, ട്രേഡ്, നെഗോസിയേഷൻ എന്ന് വേണ്ട എല്ലാം. എവിടെയാണ് ഈ നെറ്റ് വേണ്ടാത്തത്? അതുകൊണ്ട് നെറ്റൊക്കെ പോയി കഴിഞ്ഞാൽ ഇതെല്ലാം ആകാശത്തോടെ മാത്രം വരുന്നതല്ല, അണ്ടർഗ്രൗണ്ട് കേബിളിലൂടെ സ്പീഡ് ട്രാൻസ്മിഷൻ ഉള്ളതാണ്. അതാണ് ഒരു പക്ഷേ നെക്സ്റ്റ് ടാർഗറ്റായി വരുന്നത്. ഓൾറെഡി അത് ചെങ്കടലിലെ കേബിളുകൾ ടാർഗറ്റ് ചെയ്യപ്പെട്ടു ഹൂതികൾ. വീണ്ടും അത് തുടരാം. അപ്പോൾ ചെങ്കടലിലെയും പേർഷ്യൻ ഗൾഫിലെയും കേബിളുകൾ ടാർഗറ്റ് ചെയ്യപ്പെട്ടാൽ, ഞാൻ സൂചിപ്പിച്ചല്ലോ, 3 ഭൂഖണ്ഡങ്ങളുടെ സംഗമ ഭൂമിയാണത്, ആഫ്രിക്ക, ഏഷ്യ ആൻഡ് യൂറപ്പ്. അത് തീർച്ചയായും അമേരിക്കയ്ക്ക് അത് കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. അമേരിക്ക വരുത്തിവെച്ച ഒരു ആത്യന്തിക വിപത്തായി ലോകം ഒരുപക്ഷെ ഏഷ്യൻ രാജ്യങ്ങളും അമേരിക്കയുടെ യൂറോപ്യൻ പങ്കാളികളും ആഫ്രിക്കൻ രാജ്യങ്ങളും ഒക്കെ തന്നെ ആത്യന്തികമായി വിധി എഴുതും. അതുകൊണ്ട് വളരെ വളരെ സുരക്ഷ, സേഫ്റ്റി, സെക്യൂരിറ്റി ആവശ്യമുള്ള ഒരു ഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രശ്നപരിഹാരം എത്രയും പെട്ടെന്ന് സംഭവിക്കുന്നോ, നെഗോസിയേഷനിലൂടെ മാത്രം എത്തിച്ചേരേണ്ട ഒന്നാണ്, കരാറുകളിലൂടെ മാത്രം എത്തിച്ചേരേണ്ട ഒന്നാണ് യുദ്ധ വിരാമം എന്നൊരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട്, ഡേറ്റ കേബിളുകൾ സുരക്ഷിതമായിരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, ഞാനീ പറയുന്നത് ഉൾപ്പെടെ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഇങ്ങനെയുള്ള നെറ്റ് ഫെസിലിറ്റീസ്, സ്പീഡ് വേണം, ഡേറ്റയ്ക്ക് അവൈലബിൾ ആയിരിക്കണം, കണക്ടിവിറ്റി ഉണ്ടാവണം. അത് യുദ്ധം വിവരങ്ങൾ മാത്രമല്ല, ലോകത്തുള്ള എല്ലാ വിവരങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ ഉള്ള സുഗമമായ അന്തരീക്ഷം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം.